ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ചൊവ്വാഴ്ച അമേരിക്കൻ മാർക്കറ്റുകൾ ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ആപ്പിൾ പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരിക്കുകയാണ്. ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.9 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ എക്കണോമി നോക്കുകയാണെങ്കിൽ വാല്യൂ ടൈംസിൽ നമ്മുടെ GDP $3.9 ട്രില്യൺ ആണ്. ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇന്ത്യയുടെ GDPയും ഈക്വലായിട്ട് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പാലാൻഡിയർ AI റിലേറ്റഡ് ഡിഫൻസ് സ്റ്റോക്കാണ് അമേരിക്കയിൽ പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരിക്കുകയാണ്. ചൊവ്വാഴ്ച ഓൾമോസ്റ്റ് എല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാങ്ക് ഓഫ് അമേരിക്ക പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് 7th വീക്ക് അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിലാണ് ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് മണി ഇൻഫ്യൂസ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഇത് അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. 2025 വീണ്ടും അമേരിക്കൻ മാർക്കറ്റിൽ ടെക്നോളജി സ്റ്റോക്കുകളിലൊക്കെ നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ടാകുന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ഇത് നൽകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചൊവ്വാഴ്ചയിലത്തെ ഗ്ലോബൽ മാർക്കറ്റ് സിനാരിയോ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നു. ഒപ്പം ചൊവ്വാഴ്ച ചൈനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു. ഇന്നലെ ഓപ്പൺ ആയിരുന്നു ചൈനീസ് മാർക്കറ്റുകൾ. ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ചൈനീസ് മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ സിറ്റുവേഷൻ ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റുകൾ അതുപോലെ തന്നെ മറ്റു മാർക്കറ്റുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. ഇന്ത്യൻ മാർക്കറ്റ് ചൊവ്വാഴ്ച ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിങ്ങും അതോടൊപ്പം തന്നെ വൊളാറ്റിലിറ്റി വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാം. കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നു ചൊവ്വാഴ്ച. കമ്മോഡിറ്റികളെല്ലാം തന്നെ ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസ് എന്ന് പറയുന്നത് റുപ്പിയുടെ ഡിപ്രിസിയേഷനാണ്. $, അഗൻസ്റ്റ് ആയിട്ട് ഓൾ ടൈം ലോ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. റുപ്പി 85.2 ചൊവ്വാഴ്ച. തീർച്ചയായിട്ടും ഇത് ഇമ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് നെഗറ്റീവാണ്. അതേസമയം എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ടെക്നോളജി, ഫാർമസ്യൂട്ടിക്കൽ, ടെക്സ്റ്റൈൽ എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഫോട്ടോ വോൾട്ടൈക് സെല്ലുകളും പാനലുകളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ഇനി നമ്മൾ മറ്റ് എക്കണോമി റിലേറ്റഡ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ NRI ഇൻഫ്ലോ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള ഇൻഫ്ലോ നോക്കുകയാണെങ്കിൽ $11.9 ബില്യൺ ആണ് ഈ കാലയളവിൽ. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ $6.1 ബില്യൺ ആയിരുന്നു. ഇത് പൊതുവേ ഒരു പോസിറ്റീവ് ന്യൂസ് എക്കണോമിയിൽ ഉണ്ടാക്കുന്ന ന്യൂസാണ്. ഒപ്പം നമ്മുടെ ബഡ്ജറ്റ് വരികയാണ്. പ്രീ ബഡ്ജറ്റ് ടോക്കുകളിലൊക്കെ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിരിക്കുന്നത് ഇൻകം ടാക്സ് റേറ്റിൽ കുറവ് വരുത്തണം എന്നുള്ള റിക്വസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ വർഷത്തെ ബഡ്ജറ്റിൽ അത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ മാർക്കറ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്ത്യ ലോകത്തിലെ 6ാമത്തെ ലാർജസ്റ്റ് ഫോട്ടോ വോൾട്ടൈക് സെല്ലും മോഡ്യൂളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രി ആയിട്ട് മാറിയിരിക്കുകയാണ്. മെജോറിറ്റി എക്സ്പോർട്സ് പോകുന്നത് US-ലേക്കാണ്. ഇനി നമ്മൾ കോർപ്പറേറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ സിങ്ങിന് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് ന്യൂസ് ഉണ്ട്. അവർ തമിഴ്നാട്ടിൽ ടങ്സ്റ്റൺ മൈൻ ബ്ലോക്ക് അവർക്ക് അലോക്കേഷൻ കിട്ടിയിരുന്നു. പക്ഷേ എൻവിറോൺമെൻറ്റൽ ഇഷ്യൂ പറഞ്ഞത് ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ എൻവിറോൺമെൻറ്റ് റിലേറ്റഡ് ക്ലോസുകളൊക്കെ മാറ്റാനാണ്. ഇത്തരത്തിൽ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഹിന്ദുസ്ഥാൻ സിങ്ങിന് മൈനിങ് ബ്ലോക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സെക്ടറിലുള്ള കമ്പനികളൊക്കെയാണ് 2025 അതുപോലെ തന്നെ ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ്, പവർ റിലേറ്റഡ് കമ്പനികൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കാണാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ സെക്ടറിലുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ രാംകി ഇൻഫ്ര 215.08 crore വാട്ടർ റിലേറ്റഡ് ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BPCLും കോൾ ഇന്ത്യയും കൂടിയിട്ട് 12,000 കോടി രൂപയുടെ കോൾ ഗ്യാസിഫിക്കേഷൻ JV വരികയാണ്. ഒപ്പം BPCLിനൊരു സോളാർ പ്രൊജക്റ്റ് ഓർഡർ NTPCന്ന് കിട്ടിയിട്ടുണ്ട്. 756.45 പോസിറ്റീവ് ന്യൂസാണ്. IOC നാഫ്ത ക്രാക്കർ പ്രൊജക്റ്റ് പാരദ്വീപിൽ പ്ലാൻ ചെയ്യുകയാണ്. 61,000 കോടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസുള്ള ഒരു PSU കമ്പനി കൂടിയാണ് IOC. നാൽക്കോ 2051 വരെയുള്ള മൈനിങ് ലീസ് സൈൻ ചെയ്തിട്ടുണ്ട്. കോൾ
മൈനിങ് ലീസാണ്. നാൽക്കോനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പനേഷ്യ ബയോടെക്കിന് യൂണിസെഫിൽ നിന്ന് 115 മില്യൺ ഡോസസിൻ്റെ വാലൻ്റ് ഓറൽ പോളിയോ വാക്സിൻ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അറൗണ്ട് 130 കോടി രൂപ വരും. തീർച്ചയായിട്ടും ഇതും പനേഷ്യ ബയോടെക്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. വെൽസ്പൻ കോർപ്പ് 130 കോടി രൂപ ഓർഡർ സൗദി അറേബ്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സെയ്ഗാൾ ഇൻഡസ്ട്രീസിൻ്റെ സബ്സിഡിയറിക്ക് 981 കോടി രൂപ ഓർഡർ കിട്ടിയിട്ടുണ്ട്, പഞ്ചാബിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ അരുൺ ജ്യോതി ബയോ വെഞ്ചേഴ്സ് ലിമിറ്റഡ് ഒരു സ്മോൾ ക്യാപ്പ് മൈക്രോ ക്യാപ്പ് കമ്പനിയാണ്. സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്താൻ പോവാണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ, 2 രൂപയായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പം ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് 8.9 കോടി രൂപ മെഷീനറി, റെഡി ടു ഡ്രിങ്ക് ബോട്ടിൽസ് ഉണ്ടാക്കാനുള്ള മെഷീനറിക്ക് വേണ്ടി ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ടാറ്റയുടെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ കുറേ കാലത്തിന് ശേഷം അക്യൂർ ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അരുൺ ജ്യോതി ബയോ വെഞ്ചറിന് ഒരു പക്ഷേ ഭാവിയിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസ് ഫ്ലോസ് ഒക്കെ ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് വന്നേക്കാം. വാരി എനർജി ഹ്യൂജ് എക്സ്പാൻഷൻ പ്ലാനിലാണ്. ബാറ്ററി എനർജി സ്റ്റോറേജ്, ലിഥിയം അയോൺ ബാറ്ററി ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റിലേക്കും കൂടി കിടക്കുകയാണ്. ലക്ഷ്യ പവർ ടെക് NSE-SMEയിലുള്ള സ്റ്റോക്കാണ്. 800 മാർക്കറ്റിലോട്ട് ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസും അതുപോലെ ഓർഡേഴ്സൊക്കെ ബാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് ന്യൂസാണ്. BEML ഫ്യൂച്ചറിസ്റ്റിക് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ ഇൻക്യുബേറ്റർ സെൻറ്റർ ബാംഗ്ലൂരിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിഫൻസ് റിലേറ്റഡ് എക്യുപ്മെൻറ്റിലുള്ള വളരെ സ്പെഷ്യൽ എക്യുപ്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. BEMLനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ആദ്യത്തെ 12 സ്ലീപ്പർ ട്രെയിനുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബെമലാണ്. അപ്പോൾ അതും ബെമലിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പഴയ MCX സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തുകയാണ്. 1 രൂപ ഫേസ് വാല്യുള്ള ഷെയർ 1 രൂപ പ്രീമിയത്തിന്. ഗ്രോ അതുപോലെ തന്നെ സീറോദാഷ് AS ഇന്ത്യ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ബ്രോക്കർ റിലേറ്റഡ് എൻറ്റിറ്റികളുടെ സബ്സിഡിയറികളാണ് ഈ പ്രിഫറൻഷ്യൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഭാവിയിൽ മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വളരെ പവർഫുള്ളായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചായിട്ട് മാറാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഒപ്പം നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ JBM മോട്ടോർ സബ്സിഡിയറിക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 1800 കോടി രൂപ ഓർഡറാണ്. ഗുജറാത്തിൽ നിന്നാണ്. JBM മോട്ടോറിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. കൊച്ചിൻ ഷിപ്പ് യാർഡ് അവർ റീസെൻ്റായിട്ട് അനൗൺസ് ചെയ്തിരുന്നത് 2023 ഓർഡറാണ്. നെക്സ്റ്റ് ജനറേഷൻ മിസൈൽ വെസൽസ് ആണ്. ഇന്ത്യൻ ആർമിക്ക് സപ്ലൈ ചെയ്യുന്നതാണ്. ഇൻ്റർനാഷണൽ ഓർഡേഴ്സും ധാരാളം ലഭിക്കാൻ ചാൻസസ് ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡ്മാൻ സാക്സ് കഴിഞ്ഞ 4 ക്വാർട്ടറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കുകളാണ്. ആംബർ എൻ്റർപ്രൈസസ്, SGI എൻ്റർപ്രൈസസ്, അതുപോലെ തന്നെ പ്രാജ് ഇൻഡസ്ട്രീസൊക്കെ. ഇപ്പോൾ ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. വെബ്സോൾ എനർജി 600 മെഗാവാട്ട് പുതിയ പ്രൊജക്റ്റുകൾ കമേഴ്സ്യൽ പ്രൊഡക്ഷൻ Q1 അതായത് അടുത്ത ധനകാര്യ വർഷം ആരംഭിക്കുന്നതാണ് പറയുന്നത്. ഒപ്പം റീസെൻ്റായിട്ട് അവർ കമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുള്ള പ്രൊജക്റ്റുകളിൽ നിന്ന് നല്ല ഇൻകമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വെബ്സോൾ എനർജിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇതൊക്കെയാണ് സ്റ്റോക്ക് റിലേറ്റഡ് കോർപ്പറേറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മൾ SME സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് പുതിയ ഒരു ലിസ്റ്റിംഗ് വരുന്നുണ്ട്. ഐഡൻറ്റിക്കൽ ബ്രെയിൻസ് സ്റ്റുഡിയോസ് ആണ് ഇന്ന് ലിസ്റ്റിംഗ് വരുന്നത്. 54 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ്. നല്ല ലിസ്റ്റിംഗ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കമ്പനിയാണ്. യൂണിമെക് എയറോസ്പേസ് നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നൊരു മെയിൻ ബോർഡ് IPO ആണ്. ഇന്ന് ക്ലോസിംഗ് ആണ്. 785 അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് യൂണിമെക് എയറോസ്പേസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഒപ്പം നാളെ ലിസ്റ്റ് ചെയ്യുന്ന ധാരാളം IPOs ഉണ്ട്. ട്രാൻസ് റെയിൽ ലൈറ്റിംഗ് ഉണ്ട്, മമത മിഷനറി ഉണ്ട്, ന്യൂ മലയാളം സ്റ്റീൽ ഉണ്ട്, കോൺകോഡ് എഞ്ചിനീയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എനർജി സിസ്റ്റംസ് ഉണ്ട്, സനാതൻ ടെക്സ്റ്റൈൽസ്, DAM ക്യാപിറ്റൽസ് ഒക്കെ ഉണ്ട്. ലിസ്റ്റിംഗ് ഗെയിനോട് കൂടിയിട്ട് ട്രേഡിംഗ് ആരംഭിക്കാനാണ് ചാൻസസ് കൂടുതൽ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ള IPOs നോക്കുകയാണെങ്കിൽ സെനോറസ് ഫാർമ 97.86 ടൈംസ് ഓവർ സബ്സ്ക്രൈബ് ആയിരുന്നു. കരാര ഇന്ത്യ 1.18 ടൈംസ് ഓവർ സബ്സ്ക്രൈബ് ആയിരുന്നു. വെൻഡീവ് ഹോസ്പിറ്റാലിറ്റി 10.33 ടൈംസ് ഓവർ സബ്സ്ക്രൈബ് ആയിരുന്നു.
ഇന്ന് ഓപ്പൺ ചെയ്ത NSE SME IPO ഉണ്ട്. അന്യ പോളിടെക്കാണ്. 10,000 മാർക്കറ്റിലോട്ട് 30 വരെയാണ് ഇഷ്യൂ. SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ആണ്. മൈനർ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നല്ല വൊളാറ്റിലിറ്റി ഒരു പക്ഷേ ഗ്ലോബൽ ഫാക്ടേഴ്സിൻ്റെ ഇമ്പാക്റ്റിൽ വന്നേക്കാം. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് 2025 വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഇയറാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ ഇന്ന് ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം നമ്മുടെ ഒരു ടോപ്പ് പിക്ക് 2025 ടോപ്പ് പിക്കുകളിലൊന്ന് ഇൻവെസ്റ്റേഴ്സിൻ്റെ ട്രേഡിംഗ് ടെർമിനലിൽ കൂടി നൽകുന്നതായിരിക്കും. ഈ പിക്ക് ഒരു ഗോൾഡൻ ഗൂസ് പിക്കും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.